ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വർക്ക് പറഞ്ഞാൽ വോൾക്സ്വാഗൺ വെൻഡോ ഡീസൽ. അപ്പോൾ അതിൻ്റെ ജാർ ക്ലീനിങ് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ജാറിൻ്റെ അസംബ്ലി അയച്ചു വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂളറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ജാർ അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റീറിംഗ് ബോക്സ് അയച്ചില്ല, സ്റ്റീറിംഗ് ബോക്സ് അവിടെ തന്നെ നിർത്തിയിട്ടുള്ളത്. ആ ക്രോസും കാര്യങ്ങളും അയച്ചിട്ടുണ്ട്. ക്രോസും കാര്യങ്ങളും അയച്ച് നമുക്ക് അയക്കാൻ ഒന്നുകൂടി ഭയങ്കര സിമ്പിളാവും കേട്ടോ. ഇറക്കാനും അതിൻ്റെ കൂടുതൽ ബോൾട്ടും കാര്യങ്ങളൊക്കെ അയക്കാൻ വേണ്ടി ക്രോസ് അയച്ചു കഴിഞ്ഞാൽ നട്ടപ്പട്ടിയാവുള്ളൂ. അപ്പോൾ അത് ജാറിൻ്റെ അകത്തുള്ള കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടോ, ഒരു നല്ലുണ്ട്, എന്നാൽ കൂടുതലായിട്ടില്ല, അത്ര തന്നെ കേട്ടോ. ഒരുപാടാണ് അടിഞ്ഞു കൂടിയിട്ടില്ല, എന്നാൽ ഏകദേശം കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട്. ഒരു പ്രാവശ്യം അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇനി അതിൻ്റെ കൂളർ അയക്കണം, എല്ലാം സെപ്പറേറ്റ് ആക്കണം കേട്ടോ. എന്നിട്ട് വേണം അത് അഴിച്ചെടുത്തിട്ട് പിന്നെയും ക്ലീൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പൈപ്പ് അയക്കണം. ഈ പൈപ്പ് അയച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂളർ ഒന്ന് അങ്ങോട്ട് സെപ്പറേറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ബോൾട്ടും കാര്യങ്ങളും അയക്കാൻ നോക്കാം. അപ്പോൾ ബോൾട്ട് ഫ്ലവറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ പൈപ്പുണ്ട്, ആ പൈപ്പിൻ്റെ ഒരു ബോൾട്ട് അയക്കുക. അതിന് ശേഷം കൂളറിൻ്റെ പൈപ്പുണ്ടോ, ആ പൈപ്പ് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. മാറ്റി വെച്ചാൽ കൂളർ കിണർ പിടുത്തം വേണം. ഉടനെ കൂളർ അയക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൈപ്പ് ഒന്ന് മാറ്റി വയ്ക്കണം. ഓക്കെ, അപ്പോൾ ആ ബോൾട്ട് അയച്ചിട്ടുണ്ട്. ഈ പൈപ്പ് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി ഇതാ കൂളറിന് ഒരു 6 ബോൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ ചുറ്റും. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് അഴിക്കുക. അതിന് ശേഷം നമുക്ക് കൂളർ സെപ്പറേറ്റ് ആക്കാം. അപ്പോൾ ആ ബോൾട്ടുകൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 80,000-60,000 കിലോമീറ്റർ ഓടുന്ന സമയത്ത് ഈ ജാർ മാനിഫോൾഡ്, ഇതിന് കൂടുതൽ മാനിഫോൾഡും ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടോ. മാനിഫോൾഡിനകത്ത് കരി ഉണ്ടാവും. അപ്പോൾ മുന്നേ അയച്ചുകൊണ്ടാണ് ചിലപ്പോൾ കുറച്ച് കുറയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് കൂളർ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കരി ഉണ്ട്, ഏകദേശം ഉണ്ട്, നല്ലപോലെ അടിഞ്ഞിട്ടില്ല, എന്നാൽ ഏകദേശം ഉണ്ടായിരുന്നു കരി കേട്ടോ. അപ്പം ഇത് കുത്തി കുത്തി കളയാനുണ്ടോ, ഇതിനകത്തും ഉണ്ട് കേട്ടോ നല്ല. അപ്പോൾ അതിൻ്റെ ജാറിൻ്റെ വാൽവ് ഉണ്ടല്ലോ, ആ വാൽവും കാര്യങ്ങളൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യാൻ ഇടയിൽ കയറി നിൽക്കാൻ പാടില്ല. അപ്പോൾ ആ ഭാഗത്ത് ക്ലീൻ ചെയ്യണം. അപ്പം ജാറിൻ്റെ വാൽവ് ഉണ്ടോ, ഇതുകൊണ്ടാണ് ആ വാൽവ് വർക്കാവുന്നത്. ഇതിലേക്ക് ഒരു മോട്ടർ കണക്ഷൻ ഉണ്ടാവും. വാൽവ് കാണിച്ചു തരാൻ താഴ്ന്നു വരുന്നുണ്ട് കണ്ടോ, താഴ്ന്നു വരുന്നു. ഇങ്ങനെയാണ് ആ വാൽവ് വർക്കാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കരി പോയി കഴിഞ്ഞാൽ ഈ ജാറിൻ്റെ വർക്കിങ് പ്രോപ്പർ ആവില്ല. അപ്പോൾ അതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യണം. ഇപ്പോൾ കൂളർ ക്ലീൻ ചെയ്യണം കേട്ടോ. ഒരു ചെറിയ കമ്പി കഷ്ണം, അതായത് വൈപ്പർ ബ്ലേഡിൻ്റെ റബ്ബറിൻ്റെ ഇടയിൽ വരുന്ന കമ്പി ഉണ്ടല്ലോ, അതെടുത്തിട്ടാണ് കുത്തിരി ക്ലീൻ ആക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ഹോളിലും അതേപോലെ ചെയ്യാം. എന്നിട്ട് എയർ അടിച്ച് കളയുക കേട്ടോ. കാർബൺ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇതിങ്ങനെ കുത്തി കുത്തി കളഞ്ഞുകൊണ്ടിരിക്കണ്ടോ. അത് നല്ലപോലെ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ കളയണം. അപ്പോൾ ഇതിനകത്ത് നല്ല കട്ട കുത്തി ഇരിക്കണില്ല, എന്നാൽ ഏകദേശം ഉണ്ട്. അതുകൊണ്ട് അത്ര കുറച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ അഴുക്കുണ്ടാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ ജാറിൻ്റെ വാൽവും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീസൽ വെച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എയർ അടിച്ച് കളയണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു കാർബൺ ഡെപ്പോസിറ്റ് പോകുന്നതാണ് കേട്ടോ, ഒരു സ്മോക്കായിട്ട് കേട്ടോ. ഇതിപ്പോൾ കുറവായിട്ടുണ്ട് ഇങ്ങനെ, അല്ലാതെ ഞാൻ കട്ട പിടിച്ച് വരും കേട്ടോ എയർ അടിക്കുന്ന സമയത്ത്. ഇത് നല്ലപോലെ ബ്ലോക്ക് ആയി കഴിഞ്ഞാലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നല്ലപോലെ ബ്ലാക്ക് സ്മോക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഈ ജാറിൻ്റെ ഇവിടുത്തെ വാൽവും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഡീസൽ വെച്ചിട്ട്. അപ്പോൾ ഈ ഭാഗത്ത് കൂളൻറ്റിൻ്റെ ഇതാണ്ടോ, അപ്പോൾ അവിടെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം, അല്ലാതെ ഒന്ന് ലീക്ക് വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഓറിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുള്ളതാണ്. അപ്പോൾ അതാ ഡീസൽ ഒഴിച്ചിട്ട് ആ വാൽവും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം. ഇതിന് അകത്ത് ക്ലീൻ ചെയ്യണം കേട്ടോ. അതിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട്. ഇതെല്ലാ ഡീസൽ വണ്ടിക്കും ഇങ്ങനെ ചെയ്യുന്ന നല്ലതാണ് കേട്ടോ. അതായത് പുള്ളിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. ബ്ലാക്ക് സ്മോക്ക് കുറയും. ഏകദേശം ഒരു 60,000 കിലോമീറ്റർ, അങ്ങനെ ഒരു 30,000 വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ ഏറ്റവും ബെറ്റർ. വാൽവിൻ്റെ എല്ലാ ഭാഗം ക്ലീൻ ചെയ്യണം. ഫേസിലും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ചെറിയൊരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ജാറിൻ്റെ വർക്കിങ്ങിനെ ബാധിക്കും കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നേരെ അത് റിട്ടേൺ കയറ്റിക്കൊണ്ടിരിക്കണം. ഒത്തിരി ചടങ്ങുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ. കാരണം പെട്ടെന്ന് കയറി പോകുന്നില്ല, കുറച്ച് റിസ്ക് ആണ്, ഒത്തിരി റിസ്ക്.
ക്രോസ് അയച്ചുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പറ്റില്ല. എന്നാൽ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ ഒത്തിരി ഒറ്റ സമയം എടുക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഇനി ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇടുക, പിന്നെ ബാക്കിയുള്ള ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇനി മാനിഫോൾഡും കാര്യങ്ങളും അയക്കണം. മാനിഫോൾഡിനകത്ത് എത്രത്തോളം അഴുക്കുണ്ടെന്ന് അത് മുന്നേ അയച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും കാർബൺ ഇല്ലാത്തത്. അപ്പോൾ മാനിഫോൾഡിനകത്തും വലുതായിട്ടുണ്ടാവില്ല, പക്ഷേ എന്നാലും ഉണ്ടായിരിക്കാം. അപ്പോൾ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും കൂടി ക്ലീൻ ചെയ്യണം. അതിൻ്റെ കൂടുതൽ ഇൻ്റർകൂളറും ക്ലീൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി ബോൾട്ടും കാര്യങ്ങളും പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കുക കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ മാനിഫോൾഡ് അയച്ചുകൊണ്ടിരിക്കണം. മാനിഫോൾഡ് അയക്കണമെന്നുണ്ടെങ്കിൽ കോമൺ റെയിൽ അയക്കണം. ഇഞ്ചറിൻ്റെ ആ ലൈനും കാര്യങ്ങളൊക്കെ അയക്കണം, എന്നാലും നമുക്ക് എടുക്കാൻ പറ്റും. ഇതുണ്ടോ കാർബൺ ഡെപ്പോസിറ്റ്, ഈ ജൻ്റെ വാൽവിൻ്റെ അകത്തേക്ക് കാർബൺ ഡെപ്പോസിറ്റ് എല്ലാം കയറിയിട്ടുണ്ട്. അപ്പം ഇനി മാനിഫോൾഡ് അയക്കാം. അപ്പോൾ ഈ പൈപ്പും കാര്യങ്ങളും അയക്കണം. എന്നാൽ കോമൺ റെയിൽ അവിടുന്ന് അയച്ച് വെച്ചിട്ടുണ്ട്. ഈ ഇഞ്ചറിലേക്കുള്ള ലൈനും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. പമ്പിൻ്റെ അവിടുത്തെ അതെ പൈപ്പിൻ്റെ അത് ഞെട്ടൊന്ന് ലൂസായി കൊടുക്കാം. അവിടെ ഒരു ബോൾട്ട് ഉണ്ട്, അത് അയക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അയച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പുറത്തേക്ക് എടുത്തിട്ട് അതിനുള്ള കാര്യങ്ങൾ അയക്കാം. പിന്നെ എന്താ ഇവിടെ മാനിഫോൾഡിലേക്കില്ല എയറിൻ്റെ ഓസ് അത് അയക്കണം. അപ്പോൾ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ അയച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പൊക്കിയെടുക്കണം. പൊക്കിയെടുത്തിട്ട് അതിനകത്തുള്ള കാർബൺ ഡെപ്പോസിറ്റ് എത്ര ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാം അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹോളിലേക്ക് ജസ്റ്റ് ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പേപ്പറും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കാർബൺ ഡെപ്പോസിറ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല പോലെയല്ല, മാനിഫോൾഡിന് അകത്ത് നല്ല പോലെയല്ല, പക്ഷേ ഈ ജൻ്റെ വാൽവ് ഉണ്ടല്ലോ, ആ വാൽവിനകത്ത് ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് ഏകദേശം അവിടെ ഇവിടെ മുക്കും മൂലയിലൊക്കെ കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല നമ്മൾ തോട്ടി ബോളിൻ്റെ അകത്ത് ഇങ്ങനെ നല്ല കേട്ടോ, ഇത്രയും നല്ല കേട്ടോ. ഇത് നല്ല പോലെ അഴുക്കാവാറുണ്ട്, അത് ക്ലീൻ ചെയ്യാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് ഇവിടെ മാത്രം നല്ല പോലെ അഴുക്ക് കാണുന്നുണ്ട് കേട്ടോ, അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യണം. അതിന് കൂടുതൽ മാനിഫോൾഡ് എന്തായാലും അഴിച്ചല്ല, അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ ഈ ജൻ്റെ വാൽവ് അയച്ചെടുക്കുക കേട്ടോ. അയച്ചെടുത്തിട്ട് അതിനെ അതിൽ കാണിച്ചു തരാം. അല്ല ഇതിനകത്ത് ഹോൾസാക്കിൻ്റെ എല്ലാം ഫ്ലവറാണ് കേട്ടോ. ഒരു 2 ബോൾട്ട് ഉണ്ടായിരിക്കും. ആ ബോൾട്ട് അതിന് ശേഷം നേരെ മുകളിലേക്ക് പൊക്കിയെടുക്കുക. ഓക്കെ, അത് പൊക്കിയെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഇതിനകത്തില്ല അഴുക്ക്. ഇനി ഇത് മൊത്തം ക്ലീൻ ചെയ്തെടുക്കണം. നമ്മുടെ മാനിഫോൾഡും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഡീസലിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമടിച്ച് ക്ലീൻ ചെയ്തിട്ട് ഇതെല്ലാം ക്ലീൻ ചായ പോലെ സെറ്റാക്കണം.